ഇക്വിസിറ്റത്തിൻ്റെ ഹാബിറ്റാറ്റ്, അപ്പിയറൻസ്, സ്ട്രബിലസിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി ആൻഡ് ഡയഗ്രമാറ്റിക് സ്കെച്ച്, ഡിസ്ക്രിപ്ഷൻസ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇവിടം വരെ നമ്മൾ കണ്ടു. ഇനി ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ 1-2 പോയിൻറ്റ്സ് കണ്ടിരുന്നു. അതായത് നോഡിലും ഇൻ്റർനോഡിലും വ്യത്യാസമുണ്ട്. ഇൻ്റർനോഡൽ റീജിയനിൽ നമുക്ക് വള്ളിക്കുലാർ കനാലും കാരിനൽ കനാലും കാണാം എന്ന കാര്യം പറഞ്ഞിരുന്നു. സ്റ്റെമ്മിൽ എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസിൽ നമുക്ക് സ്റ്റൊമാറ്റ കാണാം, കാരണം ഇത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റെമ്മാണ്, അതുകൊണ്ട് സ്റ്റൊമാറ്റ കാണാം. പിന്നെ ഒരു ഹൈപ്പോഡെർമൽ സ്ക്ലീറൻകൈമാറ്റ സോൺ കാണാൻ പറ്റും നമുക്ക്. അത് ആ റിഡ്ജസ് ആൻഡ് ഫറോസ് നമുക്ക് ഔട്ടർ സർഫസിൽ കാണാം. അതിൽ റിഡ്ജസിൻ്റെ താഴെയായിട്ടായിരിക്കും ഈ സ്ക്ലീറൻകൈമാറ്റസ് പാച്ചസ് കാണുന്നത് ചില സ്പീഷീസിൽ. ഉദാഹരണത്തിന് ഇക്വിസിറ്റം ജൈജാൻഷ്യം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഹൈറ്റ് കൂടിയ വലിയ സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ ഇക്വിസിറ്റം ജൈജാൻഷ്യം എന്ന് പറയുന്ന ഒരു നീളം കൂടിയ സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെമ്മിന് മുകളിലോട്ട് വളർന്ന് കയറാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ ദിസ് സ്ക്ലീറൻകൈമ പാച്ചസ്, ഹൈപ്പോഡെർമൽ സ്ക്ലീറൻകൈമ പാച്ചസ് റീച്ച് അപ് ടു ദ വാസ്കുലാർ റീജിയൻ, ദ സ്റ്റീലാർ റീജിയൻ, എൻഡോഡെർമിസിൻ്റെ തൊട്ട് പുറത്ത് വരെ ഇത് എത്തും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയാണെന്നും അത് പല സ്പീഷീസിലും ഡിഫറൻറ്റ് ലെവലിലാണ് കാണുന്നതെന്നും അതിന് പ്ലാന്റിൻ്റെ മാക്സിമം ഹൈറ്റുമായിട്ടൊരു റിലേഷനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കോർട്ടെക്സ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു ഔട്ടർ ആൻഡ് ഇന്നർ കോർട്ടെക്സ്, ഇന്നർ റീജിയൻസ്. ദ ഔട്ടർ കോർട്ടെക്സ് ഈസ് ക്ലോറൻകൈമാറ്റസ്, നമ്മൾ ആദ്യം പറഞ്ഞു. നല്ല 4-5 ലെയർ ക്ലോറൻകൈമ കാണും, ഫോട്ടോസിന്തസിസ് നടത്തുന്നത് സ്റ്റെമ്മാണ്. ഇന്നർ കോർട്ടെക്സ് ഈസ് മേഡപ്പ് ഓഫ് thin walled parenchyma and there are large air cavities in the inner cortex corresponding to each furrow എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫറോസിന് താഴെയായിട്ടാണ് ഈ കനാല് കാണുന്നത്. അത് ശരിക്കും ഈ ഫോട്ടോസിന്തസിസ് നടത്തുന്ന സ്റ്റെം ആയതുകൊണ്ട് അവിടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇതൊരു ചതുപ്പ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സീറോഫൈറ്റിക് കണ്ടീഷനിലൊക്കെ വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഈ അണ്ടർഗ്രൗണ്ട് റൂട്ട് പോർഷന് റൈസോമിനൊക്കെ എയറേഷൻ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. ഇങ്ങനെയുള്ള റോളുകളൊക്കെയാണ് ഈ കനാൽസിനുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ദർ ആർ ലാർജ് കാവിറ്റീസ് ഇൻ ദ ഇന്നർ കോർട്ടെക്സ് വിച്ച് ആർ നോൺ ആസ് ദ വള്ളിക്കുലാർ കനാൽ. അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്നതാണ് വള്ളിക്കുലാർ കനാൽ എന്താണെന്ന്. ദേ ആർ ഷൈസോജീനസ് കനാൽസ്. ആ ഒരു വാക്ക് എഴുതാമെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഷൈസോജീനസ് മീൻസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസൻറ്റഗ്രേഷൻ ഓർ ഡിസോർഗനൈസേഷൻ ഓഫ് ദ സെൽസ്. അവിടെ ഉണ്ടായിരുന്ന സെല്ല് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം. ആൻഡ് ദേ എക്സ്റ്റെൻഡ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ഇൻ്റർനോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നോഡൽ റീജിയനിൽ ഈ കനാലിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അവിടെ സെൽസ് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ദെൻ ലീവ്സ്, അത് അപ്പിക്കൽ മെരിസ്റ്റം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ്റർകാലറി മെരിസ്റ്റവും ഉണ്ട്. ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ്റർകാലറി മെരിസ്റ്റമാണ് ഇൻ്റർനോഡിൻ്റെ ലെങ്ത് കൂടാനായിട്ട് സഹായിക്കുന്നത്. അത് നോഡൽ റീജിയന് കാണപ്പെടുന്ന ഇൻ്റർകാലറി മെരിസ്റ്റമാണ് ആ പർട്ടിക്കുലർ ഇൻ്റർനോഡിൻ്റെ ഇലോങ്കേഷന് കാരണമാകുന്നത്. അപ്പോൾ അപ്പിക്കൽ മെരിസ്റ്റം ഗ്രോ ചെയ്ത് ഉണ്ടാകുന്ന നീളത്തേക്കാൾ ഈ ഇൻ്റർനോഡിൻ്റെ ലെങ്ത് പിന്നീട് കൂടും ഈ ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ ആണ്. വാട്ട് ഈസ് മീൻ ബൈ എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ? ആരാ പറയുക? ആരോടെങ്കിലും ചോദിക്കാമല്ലോ നമുക്ക്. ആദിത്യ പറഞ്ഞേ, വാട്ട് ഈസ് മീൻ ബൈ എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ? നമ്മൾ സൈലോട്ടം പഠിച്ചപ്പോൾ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെവിടെയാണ് എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആദിത്യ ഉണ്ടോ അവിടെ? ആദിത്യ ഉണ്ട് സർ, ഉണ്ട്. പറയൂ, എന്താണ് എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ? സാർ, അതൊരു സൈലത്തിന്റെ ഒരു റിംഗ് അല്ലേ, നമ്മുടെ ഈ പിത്തിന് ചുറ്റും കാണും. പിത്തിന് ചുറ്റും എന്നുള്ളതല്ല, സൈലം ഒരു റിംഗ് ആയിട്ട് കാണും, നടുക്ക് പിത്തായിരിക്കും. അതായത് പ്രോട്ടോ സ്റ്റീൽ പോലെ എൻറ്റയർ സ്റ്റീൽ ആയിരിക്കില്ല, നടുക്കൊരു പിത്തുണ്ടാവും. അപ്പോൾ സൈലം ആ പിത്തിന് ചുറ്റുമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. അതാണ് സൈഫണോ സ്റ്റീൽ എന്ന് പറയുന്നത്. എക്ടോഫ്ലോയിക് എന്ന് വെച്ചാൽ ഫ്ലോയം ഔട്ട്സൈഡ്. നമുക്ക് ആ ഡയഗ്രാം ഉണ്ടോ? ഇതാണ് നമ്മൾ കണ്ട സ്റ്റീൽസിൻ്റെ ചിത്രം. ഇതാണ് സൈഫണോ സ്റ്റീൽ. ഈ സൈഫണോ സ്റ്റീലിൽ റെഡായിട്ട് കാണിച്ചിരിക്കുന്നതാണ് സൈലം. നടുക്ക് പിത്ത് കാണാം. അപ്പോൾ പിത്തിന് ചുറ്റും ഒരു സർക്കുലാർ ഷേപ്പിൽ നമുക്ക് സൈലം കാണാൻ പറ്റും. അതിന് തൊട്ട് പുറമേ ആയിട്ട് ഫ്ലോയം കാണാം. അപ്പോൾ ഫ്ലോയം ഈ സൈഫണോ സ്റ്റീലിൽ സൈലത്തിന് പുറത്തായതുകൊണ്ടാണ് എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ അകത്തും പുറത്തും കണ്ടെന്ന് വരാം. ഇപ്പോൾ നടുക്ക് പിത്ത് പകരം ഒരു ലെയർ ഫ്ലോയും കൂടെ ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ ആംഫി ഫ്ലോയിക് എന്നൊക്കെ പറയും. അത് നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഓർത്തിരിക്കേണ്ടത്, ഇക്വിസിറ്റത്തിൽ ഒരു എക്ടോഫ്ലോയിക് സൈഫണോ സ്റ്റീലാണ് കാണുന്നത്. നമ്മളിത് പലതും കണ്ടു കഴിഞ്ഞു. ഇക്വിസിറ്റത്തിൽ സെലാജിനെല്ലയുടെ കണ്ടു, സൈലോട്ടത്തിലേത് കണ്ടു, സോളനോ സ്റ്റീലിന് അടുത്ത ടൈപ്പിൽ നമ്മൾ കാണും, ഡിക്റ്റിയോ സ്റ്റീലും കാണും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, സൈഫണോ സ്റ്റീലാണ്, എക്ടോഫ്ലോയിക് ആണ്. അപ്പോൾ the steel is ectofloic siphono steel surrounded by an outer endodermal layer. An inner endodermis is also present in some species. The endodermis is followed by a single layered pericycle. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എൻഡോഡെർമിസും പെരിസൈക്കിളും ഒക്കെ ഉണ്ടാകുന്നുള്ളത്. Vascular bundles are arranged in a ring which lies opposite to the ridges in position and alternate with the vascular canals of the cortex. Vascular bundles are conjoined, collateral and closed. The mature vascular bundle, protoxylem, is disorganized to form carinal cavity which lies opposite to the ridges എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്റ്റീലിനകത്തും നമുക്ക് ഒരു കനാല് കാണാം. ആ കനാൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷൈസോജീനസ് ഒറിജിനാണ്. അതായത് പ്രോട്ടോസൈലം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെയാണ് കനാലുണ്ടായിരിക്കുന്നത്. പിന്നെ നടുക്ക് പിത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസിലേക്ക് വാസ്കുലൈച്ചർ പോകുന്നുണ്ട്. നോഡൽ റീജിയനിൽ ഒരു പ്രത്യേകതയുണ്ട് വാസ്കുലാർ ബണ്ടലിന്, അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു ഇൻ്റർനോഡ് കഴിഞ്ഞിട്ട് നോഡൽ റീജിയനിൽ വരുമ്പോഴായിരിക്കും ഈ ലീഫിലേക്കും ബ്രാഞ്ചസിലേക്കും ഒക്കെ വാസ്കുലാർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ വാസ്കുലാർ ബണ്ടിൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, രണ്ടായിട്ടല്ല ശരിക്കും മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടുക്കുള്ളത് ബ്രാഞ്ചിലേക്ക് പോകും. രണ്ട് വശത്തുമുള്ളത്, ഓരോ വശത്തു നിന്നുള്ളത് പരസ്പരം ജോയിൻ ചെയ്ത് മുകളിലേക്ക് അടുത്ത ഇൻ്റർനോഡൽ റീജിയനിലേക്ക് പോകും. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാസ്കുലേച്ചർ നമുക്ക് കാണാം. അതിവിടെ നോക്കുക. അതായത് ഇതാണ് നമ്മുടെ താഴെയുള്ള സ്റ്റീലർ റീജിയൻ, താഴെയുള്ള ഇൻ്റർനോഡിൻ്റെ സ്റ്റീലാണ്. ഇവിടെ വരുമ്പോൾ ഈ സ്റ്റീൽ മൂന്നായിട്ട് മുറിയും. ഈ വാസ്കുലർ ബണ്ടിൽ മൂന്നായിട്ട് മുറിയും. മൂന്നായിട്ട് മുറിഞ്ഞിട്ട് നടുക്കുള്ളത് അടുത്ത ഇൻ്റർനോഡിൽ മുകളിലേക്ക് പോകും. ക്ലിയർ ആയോ? ഒന്ന് ശ്രദ്ധിക്കുക. അതായത് തൊട്ട് താഴെയുള്ള ഇൻ്റർനോഡാണിത്. ആ ഇൻ്റർനോഡൽ റീജിയനിലുള്ള വാസ്കുലേച്ചറാണ് ഇത്. ഈ നോഡൽ റീജിയനിലെത്തുമ്പോൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുന്നുള്ള ഇത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, 1, 2, 3. ഇതിൽ ഈ വശത്തുള്ള ഒരെണ്ണം നടുക്കോട്ട് മാറും. ഇപ്പുറത്തുള്ള വാസ്കുലാർ ബണ്ടിൽ സ്പ്ലിറ്റ് ചെയ്ത് ഈ വശത്തുള്ള ഒരെണ്ണം ഇങ്ങോട്ടും മാറും.
മാറിയിട്ട് ഇതൊരു ബണ്ടിലായി അടുത്ത ഇൻ്റർനോഡിൻ്റെ വാസ്കുലാർ ബണ്ടിലായിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നടുക്കൊരെണ്ണം ഉണ്ടല്ലോ, ഈ നടുക്കൊരെണ്ണം ഉള്ളതാണ് ലീഫിലേക്കോ ലീഫ് പ്രൈമോഡിയിലേക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ അതായത് വാസ്കുലാർ ബണ്ടിൽ നമ്മൾ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നതിന് പകരം ഈ നോഡൽ റീജിയനിൽ മാത്രം ആ വാസ്കുലാർ ബണ്ടിൽ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അടുത്തടുത്തുള്ള 2 ബണ്ടിലുകളിൽ നിന്ന് ഉണ്ടായ ഓരോന്ന് ജോയിൻ ചെയ്ത് തൊട്ടടുത്ത ഇൻ്റർനോഡിലേക്ക് പോവുകയും നടുക്കുള്ളത് ലീഫിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ എല്ലായിടത്തുനിന്നും പോകുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു ഇൻ്റർനോഡിലെ ബണ്ടിലിന് ആൾട്ടർനേറ്റ് ആയിരിക്കും അടുത്ത ഇൻ്റർനോഡിലെ ബണ്ടിൽ, അതിന് ആൾട്ടർനേറ്റ് ആയിരിക്കും അടുത്ത ഇൻ്റർനോഡിലെ ബണ്ടിൽ. അപ്പോൾ ഈ ലീഫ് പ്രൈമോഡിയോ അല്ലെങ്കിൽ ലീഫ് എന്ന് പറയുന്നത് ഇതിന് ആൾട്ടർനേറ്റ് ആയിരിക്കും. ഇവിടെയാണ് ലീഫ് വരിക. അതിലേക്ക് പോകുന്നത് ഈ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിൽ നടുക്കുള്ളതാണ് ലീഫിലേക്ക് പോകുന്ന വാസ്കുലേച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു യുണീക്ക് ഫീച്ചർ നമുക്ക് ഇക്വസിറ്റത്തിൽ കാണാം. ഇത് നമ്മുടെ എവല്യൂഷൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഇവോൾവ് ചെയ്ത് വന്നതാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു വാസ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ അങ്ങ് അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഹയർ ഫേൺസ് എടുക്കുമ്പോൾ വേറൊരു തരത്തിലാണ് നമ്മൾ കാണാം. നമ്മൾ വിശദമായിട്ട് അന്നേരം പഠിക്കാം. അപ്പോൾ ഇതൊരു യുണീക്ക് ഫീച്ചറാണ് വാസ്കുലേച്ചറിൻ്റെ എന്ന് പറയാം. പക്ഷേ പരീക്ഷയ്ക്ക് വളരെ അപൂർവമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുള്ളൂ. ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കുമ്പോൾ ഇത്ര എഴുതേണ്ടതേ ഉള്ളൂ. At the nodal region, each vascular bundle trifurcates or divided into 3 parts. Middle branch of the trifurcation enter the leaf. Each lateral branch of the trifurcate bundle joins a lateral strand of adjacent trifurcate bundle to form a vascular bundle of the internode or the next internode ആണ് ഉദ്ദേശിക്കുന്നത്. Thus, vascular bundle of internode alternate with those of internodes above and below. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ അതെങ്ങനെ എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് അതേപടി പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എങ്കിലും അനാട്ടമി എഴുതുമ്പോൾ ഇതിലൂടെ എഴുതിയാൽ ഒരു നല്ല കാര്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നോഡൽ റീജിയനിൽ ദ സൈലം ഈസ് എക്സ്റ്റെൻസീവ്ലി ഡെവലപ്ഡ് ആസ് എ കോൺസ്പിക്വസ് സർക്കുലാർ റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് വള്ളിക്കുലാർ കനാലോ കാരിനൽ കനാലോ നോഡൽ റീജിയനിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടോസൈലോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഇനി ബാക്കി സ്ട്രക്ചറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഫറോസിലാണ് കാണുന്നത്. അത് നമ്മളൊരു സീറോഫൈറ്റിക് അഡാപ്റ്റേഷനായിട്ടാണ് നമ്മൾ പറയുക. അതായത് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇക്വിസിറ്റം നമുക്ക് സീറോഫൈറ്റിക് കണ്ടീഷനിൽ വളരുന്ന ഇക്വിസിറ്റവും കാണാം, അതുപോലെ ചതുപ്പുകളിൽ വളരുന്ന ഇക്വിസിറ്റവും കാണാം. രണ്ടായാലും ഒരു ഫിസിയോളജിക്കൽ ഡ്രൈനെസ് എന്നൊക്കെ പറയുന്ന ഫിനോമിനൊക്കെ ഉണ്ടാകും അവിടെ. അപ്പോൾ അതുണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. റിഡ്ജസും ഫറോസും സ്റ്റെമ്മിലുണ്ട്. അതിൽ ഫറോസിലാണ് നമ്മുടെ ഉള്ളത്. ഇനി ഹൈപ്പോഡർമൽ സ്ക്ലിയറോഗൈമാറ്റസ് സോൺ നമ്മൾ കണ്ടാണല്ലേ. സ്ക്ലിയറോഗൈമാറ്റസ് സോൺ എന്ന് പറയുന്നത് ചില സ്പീഷീസിൽ സ്റ്റീലാർ റീജിയൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നും പറഞ്ഞു. നമുക്ക് കണ്ടു കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ ഷൂട്ട് ഓഫ് ഇക്വിസിറ്റം ഈസ് പെക്യുലിയർ. എന്തൊക്കെയാണ്? സീറോഫൈറ്റിക് ഫീച്ചേഴ്സ്, റിഡ്ജസും ഫറോസും ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ. സിലിക്ക ഡെപ്പോസിറ്റ് എപ്പിഡമിസിൽ കാണുന്നു എന്നുള്ളത് മറ്റൊരു ഫീച്ചർ. സങ്കൺ സ്റ്റൊമാറ്റ എന്താണെന്ന് നിങ്ങൾ പൈനസിൽ പഠിക്കും. അതുപോലെ തന്നെ കാഷൊറീനയുടെ നീഡിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ കാണുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എക്കോളജിയിൽ നിങ്ങൾ നീറിയം ലീഫ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. സങ്കൺ സ്റ്റൊമാറ്റ മീൻസ് സ്റ്റൊമാറ്റ കുറച്ചകത്തേക്ക് മാറിയിരിക്കും. നമ്മളിവിടെ പറഞ്ഞു ഫറോസിലാണ് സ്റ്റൊമാറ്റ കാണുന്നത്. അങ്ങനെ ഫറോസിൽ എപ്പിഡെർമിസ് കുറച്ച് അകത്തോട്ട് മാറി സ്റ്റൊമാറ്റ ഇരിക്കുന്നതിനാണ് നമ്മൾ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുക. അപ്പോൾ അതൊരു സീറോഫൈറ്റിക് അഡാപ്റ്റേഷനാണ്. പിന്നെ സ്ക്ലിയറോഗൈമാറ്റസ്, ഹൈപ്പോഡെർമിസ്, റിഡ്യൂസ്ഡ് ലീവ്സ്, സ്റ്റെമ്മിൽ ഫോട്ടോസിന്തസിസ് കാണുന്ന അഡാപ്റ്റേഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഒരു സീറോഫൈറ്റിക് അഡാപ്റ്റേഷനാണെന്ന് പറയാം. അതേസമയത്ത് ഹൈഡ്രോഫൈറ്റിക് അഡാപ്റ്റേഷൻസും ഉണ്ട്. വെൽ ഡെവലപ്ഡ് എയറേറ്റിംഗ് സിസ്റ്റം സച്ച് ആസ് കാരിനൽ കനാൽ,
വെള്ളിക്കുലാർ കനാൽ, ഇതൊക്കെ നമ്മൾ സാധാരണ ഹൈഡ്രോഫൈറ്റിക് പ്ലാന്റ്സിൽ കാണുന്നതാണ്. അകത്ത് എയറൻ കൈമ അല്ലെങ്കിൽ വായു നിറഞ്ഞിരിക്കുന്ന അറകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഹൈഡ്രോഫൈറ്റ്സിൻ്റെ അഡാപ്റ്റേഷനാണ്. അതുപോലെ റെഡ്യൂസ്ഡ് വാസ്കുലാർ എലിമെൻറ്റ്സ്, വാസ്കുലാർ സ്ട്രക്ചർ ഒന്നും ഒരുപാട് ഡെവലപ്ഡ് അല്ല, കാര്യം വെള്ളം അടുത്തുള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഹൈഡ്രോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ഓഫ് ഇക്വിസിറ്റം എന്ന് ചോദിച്ചാൽ നിങ്ങളിത് രണ്ടും എഴുതണം. ഇക്വിസിറ്റം ഈസ് ഹൈലി അഡാപ്റ്റഡ് ടു ബോത്ത് ഹൈഡ്രോഫൈറ്റിക് ആൻഡ് സീറോഫൈറ്റിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പോയിന്റ്സും നിങ്ങൾ എഴുതുക. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പ്രത്യേകിച്ച് അധികമൊന്നുമില്ല, ഒന്ന് ഓർത്ത് വെച്ച് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എൻലാർജ്ഡ് പോർഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം. എന്താണ് ഈ സങ്കൺ ഭാഗത്ത് അല്ലെങ്കിൽ ഫറോയുടെ ഭാഗത്ത് സ്റ്റൊമാറ്റ കാണാം, എപ്പിഡമിസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ക്യൂട്ടിക്കിളിൽ നമുക്ക് സിലിക്ക ഡെപ്പോസിറ്റ് കാണാം, തൊട്ട് താഴെയായിട്ട് ഈ റിഡ്ജസിൻ്റെ ഭാഗത്ത് നമുക്ക് സ്ക്ലിറൻ ഗൈമ കാണാം, പിന്നെ ക്ലോറൻ ഗൈമാറ്റസ് റീജിയൻ കാണാം, അത് കഴിഞ്ഞ് പാരൻ ഗൈമ കാണാം. ആ പാരൻ ഗൈമയിലാണ് വള്ളിക്കുലാർ കനാൽ കാണുന്നത്. വള്ളിക്കുലാർ കനാൽ ഓർത്തിരിക്കുക, ഫറോസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഫറോസിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഈ വള്ളിക്കുലാർ കനാൽ കാണാൻ പറ്റുക. പിന്നെ എൻഡോഡെർമിസ് കാണാം, എൻഡോഡെർമിസിൻ്റെ താഴെ പെരിസൈക്കിൾ കാണാം, പെരിസൈക്കിൾ കഴിഞ്ഞാൽ ഫ്ലോയം കാണാം, എക്ടോഫ്ലോയിക് ആണ്, ഫ്ലോയം കാണാം, സൈലം കാണാം. സൈലത്തിൻ്റെ പ്രോട്ടോസൈലത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താണ് പ്രോട്ടോസൈലം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കാരിനൽ കനാൽ കാണാം. അങ്ങനെ ക്ലിയറായ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. TS ഓഫ് ഇക്വിസിറ്റം സ്റ്റെം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഡയഗ്രാം വേണം അന്നേരം വരയ്ക്കാൻ. മറ്റേ നേരത്തെ കാണിച്ചത് ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ട് വരച്ചിട്ട് ഇത് വേണം പോർഷൻ എൻലാർജ് ചെയ്ത് സെൽ ടൈപ്സ് കൃത്യമായി വരച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറുതായിട്ട് മതി, ചെറുതായിട്ട് വരച്ച് പഠിക്കുക. കനം കുറഞ്ഞ ഒരു ഡയഗ്രാം പെട്ടെന്ന് വരയ്ക്കാമെന്ന് വരച്ച് പഠിക്കുക, അത് ആവശ്യമായിട്ട് വരും. റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൈമറി റൂട്ട് ഈസ് എഫിമറൽ എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന റൂട്ട് പിന്നീട് അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോകും. പിന്നെ നിരവധി റൂട്ട്സ് സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്ന് റൈസ് ചെയ്യും. ഈ റൂട്ടിൻ്റെ TS നോക്കി കഴിഞ്ഞാൽ എപ്പിഡർമിസും കോർട്ടെക്സും സ്റ്റീലും ഒക്കെ കാണാൻ പറ്റും. റൂട്ട് ഹെയർസ് ഇല്ല, ലാർജ് കോർട്ടെക്സ് ആണ് കാണുക. സ്റ്റീല് പ്രോട്ടോസ്റ്റീലിക്കാണ്, സൈലം ട്രയാർക്കോ അല്ലെങ്കിൽ ടെട്രാർക്കോ ആയിരിക്കും. പിന്നെ മെറ്റാസൈലം ലാർജ് എലിമെൻറ്റ്സ് സെൻട്രൽ റീജിയനിലായിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ. അത് വളരെ എക്സ്റ്റെൻസീവ് അല്ല. ഡയഗ്രാം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അനാട്ടമി വേണ്ട, റൂട്ടിനെ പറ്റി ജനറലായിട്ട് എഴുതുമ്പോൾ എഴുതിയാൽ മതി. അനാട്ടമി ഓഫ് റൂട്ട് ഓഫ് ഇക്വിസിറ്റം എന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അനാട്ടമി ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലീവ്സിലേക്ക് വന്നാൽ ലീഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലീഫ് ഈസ് വെരി സ്മോൾ, സ്കെയിൽ ലൈക്ക് അല്ലേ, സിമ്പിൾ, ഐസോഫില്ലസ്. ഐസോഫില്ലസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മൾ സെലാജിനെല്ല പഠിച്ചപ്പോൾ കണ്ടിരുന്നു 2 types ഓഫ് ലീഫ്. അങ്ങനെയല്ല, ഇവിടെ ഒറ്റ ടൈപ്പ് ലീഫേ ഉള്ളൂ. അതുകൊണ്ടാണ് ഐസോഫില്ലസ് എന്ന് പറയുന്നത്. നോഡിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പലപ്പോഴും ഈ ലീഫുകൾ തമ്മിൽ ബേസൽ റീജിയനിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണാം. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ചുറ്റും ഒരു ഷീത്ത് പോലെ, നോഡൽ റീജിയനിൽ ഒരു ഷീത്ത് പോലെ അപ്പിയർ ചെയ്യും. പിന്നെ എത്ര ലീഫുണ്ട് ഒരു നോഡിൽ എന്നുള്ളത് വ്യത്യാസം വരും. സാധാരണഗതിയിൽ ഓരോ റിഡ്ജും ഫറോയും കൂടെ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീഫാണ് കാണാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും വേണമെന്നില്ല. 40 ലീഫ് വരെയുള്ള സ്പീഷീസ് ഉണ്ട്, 2-3 ലീഫുള്ള സ്പീഷീസും ഉണ്ട്. എന്തായാലും ഈ ലീഫിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള ഫോട്ടോസിന്തസിസ് അല്ല, മറിച്ച് ഈ ഗ്രോയിങ് ബഡിനെ അല്ലെങ്കിൽ ഗ്രോയിങ് ടിപ്പിനെ, മെരിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്കെയിൽ ലീവ്സ് ആയിട്ടാണ് അവ നിൽക്കുക. സോ ദ മേജർ ഫങ്ഷൻ ഓഫ് ദ ലീഫ്, സ്കെയിൽ ലീഫ് ഇൻ ഇക്വിസിറ്റം ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഗ്രോയിങ് ടിപ്പ് ആൻഡ് നോട്ട് ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ബൈ ഗ്രീൻ സ്റ്റെം എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി നമ്മൾ പെട്ടെന്ന് റീപ്രൊഡക്ഷനിലേക്ക് കിടക്കുകയാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ റൈസോംസിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരുന്നതാണ്, അല്ലെങ്കിൽ ട്യൂബർ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിട്ട് അതിൽ നിന്ന് കിളിച്ച് വരുന്നതാണ് ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡ്. പിന്നെ ഉള്ളത് സെക്ഷുവൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോറോഫൈറ്റിൽ നിന്നുള്ള സ്പോഴ്സ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. സ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറും സ്ട്രോബിലസിൻ്റെ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായ കാര്യമാണ്. പക്ഷേ വരച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്പോഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയ. നമുക്കറിയാവുന്നവിടെ സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയ ആർ ബോൺ ഓൺ ദ sporangiophores. Sporangiophores means the stalk of the sporangium. So they are
produced on the sporangiophores. And this sporangia, along with the sporangiophores, aggregate to form a compact structure known as the strobilus. അല്ലെങ്കിൽ കോൺ അല്ലെങ്കിൽ സ്പൊറാഞ്ചിഫറസ് സ്പൈക്ക് എന്നൊരു വാക്കും അവിടെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇങ്ങനെ ഓർത്തിരിക്കുക, സ്പോർ എവിടെയാണ് ഉണ്ടാകുന്നത്? സ്പൊറാഞ്ചിയത്തിലാണ്. സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് സ്പോർ ഉണ്ടാകുന്ന സാക്കാണ്. ഈ സാക്ക് എവിടെയാണ് കാണുന്നത്? സ്പൊറാഞ്ചിയോഫോർ എന്നറിയപ്പെടുന്ന സ്റ്റോക്കിലാണ്. സ്റ്റോക്ക് എന്ന് വെച്ചാൽ എൻ്റെ തണ്ട്, സ്റ്റോക്കിലാണ്. ഇനി ഈ സ്പൊറാഞ്ചിയോഫോറുകൾ ചേർന്ന് ഒരു സ്ട്രോബിലസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്പൊറാഞ്ചിഫറസ് സ്പൈക്ക് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈക്ക് അപ്പിയറൻസ് ഉള്ള കോണായതുകൊണ്ട് നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ സ്ട്രോബിലസ് എന്താണെന്ന് നോക്കിയാൽ, സ്ട്രോബിലസ് സാധാരണഗതിയിൽ ഒരു ബ്രാഞ്ചിൻ്റെ ടിപ്പിലാണ് കാണുക. ചിലപ്പോൾ അത് ഒരു വെജിറ്റേറ്റീവ് ബ്രാഞ്ചിൻ്റെ ടിപ്പിലായിട്ട് കാണാം. ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് സ്മോൾ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ചിലും കാണാം. അതാണ് നമ്മൾ പറഞ്ഞത്, they may be terminal on a vegetative branch or may be terminal on a reproductive branch, a specialized branch for the reproduction. അങ്ങനെ നമുക്ക് കാണാം. ഈ സ്ട്രോബിലസിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നടുക്കൊരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിന് ചുറ്റുമായിട്ട് ഈ സ്പൊറാഞ്ചിയോഫോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ചുറ്റും വളർന്നു നിൽക്കും. ഈച്ച് സ്പൊറാഞ്ചിയോഫോർ ഈസ് എ സ്റ്റോക്ക്ഡ് സ്ട്രക്ചർ bearing hexagonal peltate disc at its distal end. അതായത് നടുക്കൊരു ആക്സിസ്, ആ ആക്സിസിൽ നിന്ന് ഒരു പൂങ്കുല ആലോചിക്കും, നടുക്കൊരു ആക്സിസ്, ആ ആക്സിസിൽ നിന്ന് 4 വശങ്ങളിലേക്കും ഓരോ സ്റ്റോക്ക് റൈസ് ചെയ്ത് വരുന്നു. ആ സ്റ്റോക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് വളർന്നു വന്നിട്ട് അതിൻ്റെ ടിപ്പിൽ വന്ന് ഒരു ഡിസ്ക് ഫോം ചെയ്യുന്നു. ആ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു 5 to 10 ഉണ്ടാവും ഒരു റൗണ്ടിൽ. ഈ ഡിസ്കിലാകുന്ന അകത്തേക്കാണ് സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് പടം കാണാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ദ ഫ്ലാറ്റൻഡ് ടിപ്സ് ഓഫ് ദ സ്പൊറാഞ്ചിയോഫോർ ഫിറ്റ് ക്ലോസ്ലി. നിരവധി സ്പൊറാഞ്ചിയോഫോർ ഉണ്ടെങ്കിലും അവ പരസ്പരം ഈ ഡിസ്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുക്കും. കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല അതിനകത്തുള്ള സ്പൊറാഞ്ചിയോ ഒന്നും. താഴെ അറ്റത്ത് നമുക്ക് ഒരു ആനുലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഈ സ്പൊറാഞ്ചിയോഫോറിൽ ഉണ്ടാവും. അപ്പോൾ മുകളിൽ താഴെ അത് ക്ലോസ്ഡ് ആവും. ഈ ആനുലസ് കൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാ വശവും ക്ലോസ് ചെയ്ത ഒരു പാക്ഡ് സ്ട്രക്ചർ പോലെ ഇരിക്കും. നമുക്ക് അതിൻ്റെ ഡയഗ്രാം കാണാൻ മനസ്സിലാവും. ഡെവലപ്മെൻറ്റ് മുമ്പ് ഡയഗ്രാം ഒന്ന് കണ്ടിട്ട് വരാം. അതായത് നമ്മുടെ സ്ട്രോബിലസ് ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് LS ആണ്. സ്ട്രോബിലസിൻ്റെ ഫോട്ടോ നേരത്തെ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്ട്രോബിലസ്. ഈ പുറത്ത് കാണുന്ന ഈ സാധനമാണ് പെൽറ്റേറ്റ് ഡിസ്ക് എന്ന് പറയുന്നത്. പെൽറ്റേറ്റ് ഡിസ്ക്. അപ്പോൾ ഈ ഡിസ്ക് നമ്മൾ ഇതിനെടുത്ത് ഇങ്ങനെ LS നടുക്കൂടെ നെടുകെ പടർന്നാൽ, ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ മുകളിൽ താഴേക്ക് ഇങ്ങനെ പടർന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ അതിങ്ങനെ ഇരിക്കും. ആണ് നമ്മളുടെ കണ്ടത്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ആക്സസിൽ നിന്ന് പുറത്തേക്ക് വളർന്നു വരുന്ന ഇതാണ് സ്ട്രോബിലസ്. മൊത്തത്തിലുള്ള സ്ട്രോബിലസ് ആണിത്. ഈ സ്ട്രോബിലസിൻ്റെ ആക്സിസ് ആണിത്. ഈ ആക്സിസിൽ നിന്ന് പുറത്തേക്ക് വളർന്നു വരുന്ന സ്പൊറാഞ്ചിയോഫോർ ആണ് ഈ സൈഡിലേക്ക് വളരുന്നത്. ഇത് എല്ലാ സൈഡിലാണ് 2 എണ്ണം കാണുന്നത്, എല്ലാ വശത്തും ഉണ്ടാവും. എന്നിട്ട് ഈ സ്പൊറാഞ്ചിയോഫോർ വന്ന് അറ്റത്ത് വന്നത് ഒരു പെൽറ്റേറ്റ് ഡിസ്ക് ഫോം ചെയ്യും, ഹെക്സാഗണൽ ഡിസ്ക് ഫോം ചെയ്യും. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഹെക്സാഗൺ ഷേപ്പ് ആയിരിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ. ഈ ഹെക്സാഗണൽ ഡിസ്കിൻ്റെ അകത്ത് വശത്ത് നിന്ന് ഇതിനകത്തേക്ക് താഴേക്കാണ് ഈ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സസ് അടുത്ത സ്പൊറാഞ്ചിയോഫോർ അതിൻ്റെ ടിപ്പ് വന്ന് ഒരു ഹെക്സാഗണൽ ഡിസ്ക് ഫോം ചെയ്യുന്നു, പെൽറ്റേറ്റ് ഡിസ്ക് ഫോം ചെയ്യുന്നു. ആ ഡിസ്കിൻ്റെ മാർജിനിൽ നിന്ന് അകത്തേക്ക് ഈ സ്പൊറാഞ്ചിയം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാം അങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ പെൽറ്റേറ്റ് ഡിസ്കുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആവും. മുകളിൽ വന്ന് ഇവിടെ ഒരു കവറിങ് ഉണ്ടാവും. താഴെ നമ്മൾ പറഞ്ഞു ഈ ആക്സിസിൻ്റെ താഴെ നിന്ന് ഇവിടെ ഒരു ആനുലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് എൻറ്റയർലി കോമ്പാക്ട് സ്ട്രക്ചറായിട്ട് മാറും. ഈ കാണുന്ന റൗണ്ട് സാധനങ്ങളാണ് നമ്മുടെ സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്.
ഈ സ്പൊറാഞ്ചിയത്തിനകത്താണ്, അപ്പോൾ ഈ ഒരെണ്ണം വലുതായിട്ട് വരച്ചേക്കുന്നതാണിത്, ഈ സ്പൊറാഞ്ചിയത്തിനകത്താണ് സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചർ പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്പൊറാഞ്ചിയോ 4. നമ്മൾ 2 എണ്ണം കണ്ടിട്ടുണ്ടെങ്കിലും 2 അല്ല, അതിലധികം 6 മുതൽ 10 വരെ സ്പൊറാഞ്ചിയോ 4കൾ സ്പൊറാഞ്ചിയങ്ങൾ ഇങ്ങനെ ഈ പെൽറ്റേറ്റ് ഡിസ്കിൽ നിന്ന് അകത്തേക്ക് വളരും. അപ്പോൾ അതിനകത്താണ് സ്പോർ ഫോം ചെയ്യുന്നത്. ഇനി ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ CS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. പെൽറ്റേറ്റ് ഡിസ്ക്, നടുക്ക് ആക്സിസ്, നമ്മൾ ഇവിടെ കണ്ട ഈ ആക്സിസ് ആണ്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ രീതി കാണും. നടുക്ക് ആക്സിസ്, അതിൽ നിന്ന് സ്പൊറാഞ്ചിയോ 4, അത് വന്നൊരു ഡിസ്ക് ഫോം ചെയ്യുന്നു, അതിനകത്തേക്ക് ഈ സ്പൊറാഞ്ചിയോ. ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ കാണുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ആ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, അത് സ്ട്രക്ചർ മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്തായാലും മോഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ്. യൂസ്പൊറാഞ്ചിയേറ്റ് അർത്ഥം എന്താണ്? നമ്മൾ സെലാജിനല്ലേ പറഞ്ഞു, there are 2 types of sporangia in pteridophytes, യൂസ്പൊറാഞ്ചിയേറ്റ് ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ്. നമ്മളിത് ഇതുവരെ കണ്ടതെല്ലാം യൂസ്പൊറാഞ്ചിയേറ്റ് ആണ്. ദാറ്റ് മീൻസ് ദ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽസ്. പക്ഷേ സെലാജിനിലേത് പോലെ വളരെ കൃത്യമായിട്ട് യൂസ്പൊറാഞ്ചിയേറ്റ് ഇവിടെ പറയുന്നില്ല. ഒരു സെല്ലാണ് കൂടുതലും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത്, തൊട്ടടുത്തുള്ള സെല്ലുകളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഇവിടെ യൂസ്പൊറാഞ്ചിയേറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസ്പൊറാഞ്ചിയേറ്റിൽ നിന്ന് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലേക്കുള്ള ഒരു എവല്യൂഷനിലെ ഒരു ഘട്ടമാണ് നമുക്ക് ഇക്വിസിറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മാർജിനൽ സെൽസ്, സൂപ്പർഫിഷ്യൽ സെൽസ്, ഒന്നിലധികം സെൽസ് ചേർന്നിട്ടാണ് ഈ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് എന്തുണ്ട്? ഈച്ച് സ്പോർ മദർ സെൽ, അല്ലേ? മിയോസിന് തൊട്ട് മുമ്പുള്ള സെല്ലിനെയാണ് നമ്മൾ മദർ സെൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഈച്ച് സ്പോർ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. മിയോസ് നടക്കുന്നു, അത് റിഡക്ഷണൽ ഡിവിഷൻ എന്ന് പറയുന്നു. 4 സെൽസ് ആണ് ഒരു റിഡക്ഷൻ ഡിവിഷൻ വഴി ഉണ്ടാകുന്നത്. ആ 4 സെൽസും കൂടെ ചേർന്ന് ഒരു സ്പോർ ടെട്രാഡ് ആയിരിക്കും. പിന്നെ ആ സ്പോർ ടെട്രാഡ് സെപ്പറേറ്റ് ചെയ്ത് സ്പോർസ് ആയിട്ട് മാറും. ഇവിടെ നമ്മൾ സെലാജിനൽ കണ്ടതുപോലെ മെയിലും ഫീമെയിലും സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയവും മൈക്രോസ്പൊറാഞ്ചിയവും പ്രത്യേകം ഇല്ല. എല്ലാ സ്പോർട്സും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഹോമോസ്പോറസ് ആണ് ഇക്വിസിറ്റം എന്നാണ് പറയുക. ദ സ്പൊറാഞ്ചിയം ആർ സെയിം സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഊഹിക്കാം, ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഗാമറ്റോഫൈറ്റ് ബൈസെക്ഷൽ ആയിരിക്കും. മെയിലും ഫീമെയിലും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാം ജനറ്റിക്കലി. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് ഗാമറ്റോഫൈറ്റ് നോക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, the equisetum is homosporous and spores are homospores because there is no difference between megaspore and microspore എന്നുള്ളതാണ്. അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സ്പൊറാഞ്ചിയം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മെച്ചോർ സ്പൊറാഞ്ചിയം നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പോർട്സ് മെച്ചോർ, അത് പറഞ്ഞല്ലോ, അതിനകത്തുള്ള സ്പോർ മദർ സെൽസ് മിയോസ് നടന്ന് സ്പോർട്സ് ആയിട്ട് മാറുന്നു. സ്പോർട്സ് മെച്ചുവർ ആകുമ്പോഴത്തേക്ക് ഈ സ്ട്രോബിലസ് മൊത്തത്തിൽ ഒന്ന് നീളം വയ്ക്കും, കുറച്ച് ഹൈറ്റ് കൂടും. ഹൈറ്റ് കൂടാതെ ചില ആക്സിസ് മാത്രമേ വളരുന്നുള്ളൂ, പുറമേ ഉള്ള സെൽസ് ഒന്നും വളരുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നടുക്കുള്ള ആക്സിസ് മാത്രം ഇച്ചിരി നീളമ്പോഴത്തേക്ക് ഈ പരസ്പരമുള്ള കണക്ഷൻസ് എല്ലാം വിട്ടിട്ട് ഈ സ്പൊറാഞ്ചിയോ എക്സ്പോസ്ഡ് ആവും, അല്ലേ? The mature sporangium, elongated structure attached to the inner side of the sporangiophore. അത് കഴിഞ്ഞിട്ട് at maturity, the strobilar axis elongates. As a result, the sporangiophores become separated and exposed. Then sporangium splits open by a longitudinal slit by hygroscopic movements and the spores are released. Sporesന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് spores are specialized spherical ക്ലോറോപ്ലാസ്റ്റ് ഫിൽഡ് സെൽസ്, അല്ലേ? ആ സ്പോർട്സിനകത്ത് നിറയെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്പോറിന് 4 വാൾ കാണാൻ പറ്റും. 4 കോൺസെൻട്രേറ്റ് വാൾസ് ഓർ ലെയേഴ്സ്. ദ ഇന്നർ മോസ്റ്റ് ഈസ് ഇൻറ്റൈൻ, തൊട്ടു പുറമേ ഉള്ളത് എക്സൈൻ, പിന്നെ അതിന് പുറമെ ഒരു ക്യൂട്ടിക്കുലാർ ലെയറും ഔട്ടർ മോസ്റ്റ് ആയിട്ടൊരു എപ്പിസ്പോറും ഉണ്ട്. ഇതിൽ എക്സൈനും ഇൻറ്റൈനും മാത്രമാണ് സ്പോറിൻ്റേത്. അതിന് മുകളിലുള്ളത് വാൾ ലെയേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് വിശദമായിട്ടൊന്നും അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകണ്ട, ഓർത്തിരിക്കുക. എന്താണ് നമ്മുടെ ഇക്വിസിറ്റത്തിൻ്റെ സ്പോറിൽ 4 ലെയറുണ്ട്.
ഇന്നർമോസ്റ്റ് ഇൻറ്റൈൻ, ദെൻ എക്സൈൻ, പിന്നെ ഉള്ള 2 ലെയർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കുലാർ ലെയറും എപ്പിസ്പോർ ഓർ പെരിസ്പോർ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയറുമാണ്. അപ്പോൾ ഈ 4 ലെയർ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ ട്രൂ വാൾസ് എന്ന് പറയുന്നത് എക്സൈനും ഇൻറ്റൈനുമാണ്. ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്യും. ഹോമോസ്പോറസ് ആണെന്ന് പറഞ്ഞു, മെയിലും ഫീമെയിലും പ്രത്യേകമില്ല. അതുകൊണ്ട് ഈ ഹാപ്ലോയിഡ് സ്പേർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഗാമറ്റോഫൈറ്റ് ശരിക്കും ഹെർമാഫ്രോഡൈറ്റ് ആണ്, ജനറ്റിക്കലി ഹെർമാഫ്രോഡൈറ്റ് ആണ്, അഥവാ ബൈസെക്ഷൽ ആണ്. പിന്നെ ഈ ജെർമിനേഷൻ പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്താൽ ഉടനെ തന്നെ ജെർമിനേറ്റ് ചെയ്യും. പെർമിനേഷൻ പീരീഡ് ഒന്നുമില്ല. പക്ഷേ ഗാമറ്റോഫൈറ്റ് വരുമ്പോൾ ദേ ബെയർ ബോത്ത് സെക്സ് ഓർഗൻസ്, ആന്ത്രീഡിയം ആൻഡ് ആർക്കിഗോണിയം. They are bisexual, basically bisexual, homothallic. Both male and female are formed on the same gametophyte. പക്ഷേ ചില സ്പീഷീസുകളിൽ നമുക്ക് യൂണിസെക്ഷൽ അഥവാ ഡൈഷ്യസ് കണ്ടീഷൻ കാണാൻ പറ്റും. യൂണിസെക്ഷൽ അഥവാ ഡൈഷ്യസ് കണ്ടീഷൻ കാണാൻ പറ്റും. അതുണ്ടാകുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതായത് അടിസ്ഥാനമായിട്ട് സ്പോറുകൾ തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ ഇത് മെയിലും ഫീമെയിലുമായിട്ട് മാറാറുണ്ട്. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി തുടങ്ങിയ നിരവധി ഫാക്ടേഴ്സ് അതിനെ ബാധിക്കും. നിരവധി പഠനങ്ങൾ ഇതേപ്പറ്റി നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇന്നത് വായിക്കാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഒബ്സർവേഷൻസ് എന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബേസിക്കലി മെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, മെഗാസ്പോറ്, മൈക്രോസ്പോറ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, മെയിൽ ഗാമറ്റോഫൈറ്റ് ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഒരു തരം സെക്ഷുവാലിറ്റി കാണുന്നുണ്ട്. അതായത് മെയിൽ ഗാമറ്റോഫൈറ്റിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവുന്നില്ല, ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ മെയിൽ സെക്സ് ഓർഗൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെങ്കിലും 2 സെക്സ് ഒരുമിച്ച് ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷനെ നമ്മൾ ഇൻസിപ്പിയൻ്റ് ഹെട്രോസ്പോറി എന്ന് പറയാറുണ്ട്. ഇൻസിപ്പിയൻ്റ് ഹെട്രോസ്പോറി, ഹെട്രോസ്പോറസ് കണ്ടീഷൻ അല്ല, എന്നാൽ ഹെട്രോസ്പോറി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഫിനോമിൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻസിപ്പിയൻ്റ് ഹെറ്ററോസ്പോറി എന്ന് വിളിക്കും. സെക്ഷുവാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ്, ഹയർ പ്ലാന്റ്സിലെ സെക്ഷുവാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഒരു ഘട്ടമാണെന്ന് നമുക്ക് ഇവിടെ പറയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് സെലാജിനിലേക്കാൾ പ്രിമിറ്റീവാണ് ഈ ഇക്വിസിറ്റം എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ ഹെട്രോസ്പോറി ഇല്ല, സെലാജിനിലയിൽ ക്ലിയർ ഹെട്രോസ്പോറി കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തായാലും ഈ ബേസിക്കലി ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്, ദേ ആർ ബൈസെക്ഷൽ, ബട്ട് ദർ ഇസ് എ ട്രെൻഡ് ഓഫ് ഇൻസിപ്പിയൻ്റ് ഹെട്രോസ്പോറി ഇൻ ഇക്വിസിറ്റം. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സഹായത്തോടെ നടക്കുന്നതാണ്. ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് മണ്ണിൽ വളരുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് വാട്ടറിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. സ്പേംസ്, മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത്, ആന്ത്രോസൂയിഡ്സ് എന്ന് പറയുന്നത് വാട്ടറിലൂടെ സ്വിം ചെയ്യും, ആർക്കിഗോണിയിലെത്തും. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ആർക്കിഗോണിയിലെത്തി, ആർക്കിഗോണിയത്തിൽ നെക്കുണ്ട്, ആ നെക്കിലൂടെ അകത്ത് കയറി സെലാജിനലിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യും. ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് സൈഗോട്ടായി മാറും, ഡിപ്ലോയിഡ് സൈഗോട്ട്. ഒരു പ്രോത്താസസിൽ ഒന്നിലധികം ആർക്കിഗോണിയ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് ഫെർട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഫെർട്ടിലൈസേഷൻ നോർമൽ പ്രോസസ്സാണ്, പ്രത്യേകതകളൊന്നും പറയാനില്ല. സോ ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഇൻ ഇക്വിസിറ്റം. വിശദമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഇതാണ് നമ്മുടെ മെച്വർ ഇക്വിസിറ്റം എന്ന് പറയുന്നത്. നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇക്വിസിറ്റത്തിലൊരു സ്റ്റെം, ഒരു വെജിറ്റേറ്റീവ് സ്റ്റെമ്മും വെജിറ്റേറ്റീവ് പോർഷനും റീപ്രൊഡക്റ്റീവ് പോർഷനും രണ്ടായിട്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ്. ചില സ്പീഷീസിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ട്. ചിലതിലാണെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് ബ്രാഞ്ചിൻ്റെ ടിപ്പിൽ തന്നെയാണ് സ്ട്രോബിലസ് കാണുക. ഇത് രണ്ടും ചില സ്പീഷീസുകളിലുള്ള വ്യത്യാസമാണ് ചില സ്പീഷീസ്. ഈ സെലാജിനിലയുടെ സ്ട്രോബിലസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. ആ സ്ട്രോബിലസിനകത്ത് സ്പൊറാൻജിയോഫോഴ്സ് ഉണ്ട്. ഒരു സ്പൊറാൻജിയോഫോറാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈ സ്പൊറാൻജിയോഫോറിനൊരു
പെൽറ്റേറ്റ് ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചർ ടിപ്പിൽ ഫോം ചെയ്യുന്നു. അതിനകത്താണ് ഈ സ്പൊറാഞ്ചിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെൽസ് മിയോസിസിന് റെഡി ആയി കഴിയുമ്പോൾ അതിന് നമ്മൾ സ്പോർ മദർ സെൽ എന്ന് വിളിക്കും. ആ സ്പോർ മദർ സെല്ലാണ് മിയോസിസിന് വിധേയമാകുന്നത്. മിയോസിന് വിധേയമായി കഴിഞ്ഞാൽ ഒരു സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാ സ്പോർട്സും ഒരുപോലെ ആകണമെന്നുകൊണ്ട് നമ്മൾ അതിനെ ഹോമോസ്പോറസ് എന്നാണ് ഇക്വിസിറ്റത്തെ വിളിക്കുക. സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുമ്പോൾ പക്ഷേ അവിടെ ഒരു സെക്ഷുവാലിറ്റി വരുന്നു. അത് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്ന സെക്ഷുവാലിറ്റിയാണ്. മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും പ്രത്യേകം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ചിലതിനകത്ത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്ന ഫിനോമിനൊക്കെ ഉണ്ടെങ്കിലും എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് കൊണ്ട് മെയിലും ഫീമെയിലും പ്രത്യേകമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. മെയിൽ ഗാമറ്റോഫൈറ്റിനകത്ത് ആന്ത്രീഡിയം ഡെവലപ്പ് ചെയ്യുന്നു. ആന്ത്രീഡിയത്തിനകത്തുനിന്ന് ആന്ത്രോസൂയിഡ്സ് റിലീസ് ചെയ്യപ്പെടുന്നു. ആന്ത്രോസൂയിഡ്സ് ഉണ്ടാകുന്നു മെയിൽ ഗാമറ്റോഫൈറ്റ്. ഓപ്പോസിറ്റ് സൈഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ ആർക്കിഗോണിയ ഉണ്ടാകുന്നു. ആർക്കിഗോണിയത്തിനകത്ത് ഒരു എഗ്ഗ് ഡെവലപ്പ് ചെയ്യുന്നു. എഗ്ഗ് ഡെവലപ്പ് ചെയ്തിട്ട് ഈ ആന്ത്രോസൂയിഡ്സും ഈ മെയിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എല്ലാം തന്നെ വെള്ളം ഉണ്ടാവും, വെള്ളത്തിൻ്റെ ഒരു ലെയർ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു തിൻ ലെയറെങ്കിലും ഉണ്ടാവും. ആ വെള്ളത്തിലൂടെ ഈ ആന്ത്രോസൂയിഡ്സ് സ്വിം ചെയ്ത് ആർക്കിഗോണിയത്തിൻ്റെ അടുത്തെത്തി ഈ നെക്കിലൂടെ അകത്തേക്ക് കടന്ന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. അല്ലെ, സ്പേംസ് ആന്ത്രോസൂയിഡ്സ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ്ഗ് സൈഗോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതോടുകൂടി അത് ഡിപ്ലോയിഡ് ജനറേഷനിലേക്ക് കടക്കുന്നു. ഈ സൈഗോട്ട് പിന്നീട് ജെർമിനേറ്റ് ചെയ്ത് മെച്വർ ആയിട്ടുള്ള ഒരു ഇക്വിസിറ്റം ആയിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിള്. പ്രത്യേകം ഓർക്കാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള റീപ്രൊഡക്ഷനിലെ ഭാഗം എന്ന് പറയുന്നത് ഈ സ്ട്രോബിലസിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ പടം വരയ്ക്കുക, ഈ പടം വരയ്ക്കുക, TS വരയ്ക്കുക, LS വരച്ച് പഠിക്കുക, സ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറും വരച്ച് പഠിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഈ ഇൻസിപ്പിയൻ്റ് ഹെറ്ററോസ്പോറി എന്ന് പറയുന്ന ഫിനോമിനൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ബാക്കിയൊക്കെ നോർമൽ ഇവൻസ് ആണ്. സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ജെർമിനേഷൻ നടക്കുന്നതൊക്കെ നോർമൽ ഇവൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പിന്നെ ഉള്ളത് അനാട്ടമിയാണ്. അനാട്ടമിയിൽ എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീലാണെന്ന് ഓർക്കുക. എങ്കിലും അവിടെ പ്രോട്ടോസൈലം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഇന്റർനോഡൽ റീജിയനിൽ കാരിനൽ കനാൽ ഫോം ചെയ്യുന്നു. കോർട്ടിക്കൽ റീജിയനകത്ത് പാരൻഗൈമ സെൽസ് ഇതുപോലെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വള്ളിക്കുലാർ കനാൽ ഉണ്ടാകുന്നു. പിന്നെ ഫ്ലോറൻഗൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഉണ്ട്. റിഡ്ജസിൻ്റെ താഴെയായിട്ട് സ്ക്ലിയോൺഗൈമാറ്റസ് ഹൈപ്പോഡെർമിസ് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ക്ലിയോൺഗൈമാറ്റസ് ഹൈപ്പോഡെർമിസ് അകത്തായിട്ട് കാണുന്ന ക്ലോറൻഗൈമ, പിന്നെയുള്ള പാരൻഗൈമയും വള്ളിക്കുലാർ കനാലിലൂടെ ചേർത്താണ് നമ്മൾ കോർട്ടക്സ് എന്ന് വിളിക്കുക. അതിനകത്താണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് തൊട്ട് അകത്തോട്ടാണ് നമ്മൾ സ്റ്റീൽ എന്ന് വിളിക്കുക. അവിടെ എൻഡോഡെർമിസിനകത്തുള്ള സ്റ്റീലിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പ്രോട്ടോസൈലം ബ്രേക്ക് ഡൗൺ ചെയ്ത് കാരിനൽ കനാൽ കാണാൻ പറ്റും. പേരങ്ങോട്ട് തിരിഞ്ഞു പോവുകയും ചെയ്യരുത്. കാരിനൽ കനാൽ ആൻഡ് വള്ളിക്കുലാർ കനാൽ അതെന്താണെന്ന് പ്രത്യേകം ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അനാട്ടമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ. പിന്നെ ഇതിന് നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഒരിടത്തും. ഒരു കോമൺ പേര് ഇതിനെ വിളിക്കുന്നത്, ഇക്വിസിറ്റത്തെ വിളിക്കുന്നത് ഹോഴ്സ് ടെയിൽ എന്നാണ്. ഹോഴ്സ് ടെയിൽ, അതായത് കുതിരയുടെ വാല് പോലെ. ഒരു കുതിരയുടെ വാല് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹോഴ്സ് ടെയിൽ എങ്ങനെ ഇരിക്കുന്നത്. അതായത് വാല് നീണ്ടു വന്നിട്ട് അതിൻ്റെ താഴെ അറ്റത്താണ് ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ രോമങ്ങൾ നീണ്ടു നിൽക്കുക. അപ്പോൾ അതുപോലെ ഈ ഇക്വിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈസോമിൽ നിന്ന് ഒത്തിരി ഈ ബ്രാഞ്ചസ്, ഒത്തിരി സ്റ്റെം ഇങ്ങനെ പുറത്തോട്ട് വളർന്നു നിൽക്കും. അതെല്ലാം നല്ല ഈ സിലിക്ക ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് റഫായിരിക്കും. പരസ്പരം ചുറ്റിപ്പണയത്തൊന്നുമില്ല, ഇങ്ങനെ പിരിഞ്ഞു കിടക്കും. അല്ലെ, ഒരു പരസ്പരം ഒട്ടാതെ പ്രത്യേകം നിൽക്കും. അങ്ങനെയാണ് കുതിരയുടെ വാലിലെ രോമങ്ങൾ നിൽക്കുക. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഇതിന് നമ്മൾ ഹോഴ്സ് ടെയിൽ എന്നും വിളിക്കാറുണ്ട്. കോമൺ നെയിം ആയിട്ട് പറയാറുള്ളത് ഹോഴ്സ് ടെയിൽ എന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഹോഴ്സ് ടെയിൽ എന്ന് അയച്ചു കഴിച്ചാൽ കുതിരയുടെ വാലിൻ്റെ പടവും വരും, ഇക്വിസിറ്റത്തിൻ്റെ പടവും വരും എന്നുള്ളതാണ്. അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹോഴ്സ് ടെയിൽ എന്നുള്ളത്. അപ്പോൾ ആ വാക്കും ഓർത്തിരിക്കുക. ഹോഴ്സ് ടെയിൽ എന്നറിയപ്പെടുന്നത് ഇക്വിസിറ്റാണ്.
Any doubts regarding ഇക്വിസിസ്റ്റം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. സർ, ഈ PDF ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? എൻ്റെ കയ്യിലിരിക്കുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വിസിറ്റം ഇല്ല. അതൊന്ന് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാവോ? ഞാൻ അയക്കാം, എല്ലാം അയച്ചുതരാം, എല്ലാ പ്രസൻറ്റേഷൻസ് അയച്ചുതരാം. ഓക്കെ സർ. ഓക്കെ. പിന്നെ ഇപ്പോൾ എത്ര പേരുണ്ട്? 12 പേര്. സ്ഥിരം കാണുന്ന 12 പേര് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഈ ലിസ്റ്റാണ് നമ്മുടെ അറ്റൻഡൻസ്. ഓക്കെ, അപ്പോൾ വേറെ സംശയങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, എങ്കിൽ വേറെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് പഠിക്കാനുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച, അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച കിട്ടുമെങ്കിൽ അന്നും അടുത്ത ശനിയാഴ്ചയും കൊണ്ട് നമ്മൾ ആ ടൈപ്പ് തീർക്കും. പിന്നെ നമുക്ക് കുറച്ച് ജനറൽ ഡിസ്കഷൻസ് ഉണ്ട്. ജനറൽ ഡിസ്കഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ കണ്ടു പല ടൈപ്പ് ഓഫ് സ്റ്റീൽസ് കണ്ടു. അപ്പോൾ സ്റ്റീലാർ എവല്യൂഷൻ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ കുറച്ച് അഡാപ്റ്റേഷൻസ്, പീരിയഡ് ഓഫ് എക്സിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു സർ. സൂര്യ എവിടെ? സൂര്യ